ജനങ്ങളുടെ ഇച്ഛ എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത് എന്നതാണ്. ജനവിധി അതാണ്. അതുകൊണ്ട് ഇനി UDF ചർച്ച ചെയ്തോട്ടെ, ചെയ്യാതിരുന്നോട്ടെ. ആ നിലപാട് അതിൽ നിന്ന് യാതൊരു മാറ്റവും അവർക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് ജനവഞ്ചന തന്നെയായിരിക്കും. അതങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജനവഞ്ചന തന്നെയാണ്. സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടൊന്നും അവർക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കേവലമായി അവരത് ഉന്നയിച്ചു, അതുകൊണ്ട് അതിൽ നിന്ന് അവർ പിന്മാറാൻ ധാർമ്മികമായി ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ഇത് അപകടകരമാണ്. ആ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ രംഗത്തെ പാടെ അതിൻ്റെ അടിസ്ഥാനപരമായി അതിനെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണത്. അതിന് നമ്മൾ യെസ് മൂളിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും ഇളം തലമുറയെ തന്നെയാണ് നമ്മൾ അവരുടെ ആശയപ്രചാരണത്തിന് വിട്ടുകൊടുക്കുന്നത് എന്ന അവസ്ഥ വരും. പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം അത് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വരിക എന്ന് പറയുന്നത് നമുക്ക് അത്ര ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളം UDFനെ തിരഞ്ഞെടുത്തത് തന്നെ അതിനുവേണ്ടിയാണ് എന്ന് പറയേണ്ടി വരും, അല്ലേ? UDF ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്തത് തന്നെ ഇത്തരം നീക്കങ്ങൾക്കെതിരായി കർശനമായ നിലപാടെടുക്കാനും ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം അവർക്ക് നൽകാനുമാണ്. ആ ജനങ്ങളുടെ ഇച്ഛ എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത് എന്നതാണ്. ജനവിധി അതാണ്. അതുകൊണ്ട് ഇനി UDF ചർച്ച ചെയ്തോട്ടെ, ചെയ്യാതിരുന്നോട്ടെ. ആ നിലപാട് അതിൽ നിന്ന് യാതൊരു മാറ്റവും അവർക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് ജനവഞ്ചന തന്നെയായിരിക്കും. അതങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജനവഞ്ചന തന്നെയാണ്. സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടൊന്നും അവർക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല.